ഒരു ജിമ്മൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ബോസേ. നിന്റെ അപ്പൻ എന്നോട് മേടിച്ച കാശിന് ഈടായിട്ട് എനിക്ക് എഴുതി തന്ന ഈ ബാറ് നീ ഞാൻ അറിയാതെ വിൽക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ കലാപരിപാടികൾക്ക് നടത്തി. മോനൊരു കാര്യം ചെയ്യും, ഇന്നിവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും പരിക്കലുടെയും ആശുപത്രി ചെലവിൻ്റെയൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി മോൻ്റെ അപ്പനെടുത്ത് അയച്ചു കൊടുക്കും. എന്നിട്ട് അപ്പനെ വിളിച്ച് പറ, ഇന്നത്തെ താണ്ഡവ ബാറിലെ ഐറ്റം ഡാൻസ് ബോസിന്റെ ആയിരുന്നു. கேரளாவில என்ன பார்த்து இந்த கேள்வி கேட்கிற முதலாளி நீ தாண்டா. உன்னை தனியா கவனிச்சுக்கிறேன். നിങ്ങളിത് വാങ്ങിക്കാൻ വന്നാണോ? അതെ. ആ, കിട്ടിയത് തന്നെ. ഇടി കിട്ടായിരുന്നത് ഭാഗ്യം. പിന്നെ ബോസിന്റെ ഫൈറ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ എടുത്തേ. എന്തിനാ? ഇത്രയും ഗുണ്ടകളെ ഇടിച്ച് പറത്തിച്ച ബോസിന് എത്ര ലൈക്ക്. പണിയെടുക്കാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ എടുക്കണം. ആക്ഷനും കോമഡി എന്തായാലും ഒരു മാസം. ഞാനോ? നിങ്ങളെ വെറും കൂറ. ആര് കയറി അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞ് അവന്റെ പേര് കേസ് കൊടുക്കാനുള്ള ബുദ്ധി നീ എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് അവനെ പൂട്ടേണ്ടത് ഇതുപോലൊരു ചീള് കേസിലല്ല. നീയൊക്കെ കൂടി തന്തയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പോയിട്ട് നഷ്ടം എത്രയെന്നറിയോടാ? ആ ബാറിന് പഴയ പോലെ ആക്കണമെങ്കിൽ ലക്ഷങ്ങൾ ഇറക്കണം. എടാ, നിന്നെയൊക്കെ കൊണ്ട് 10 പൈസ ഉപകാരം ഉണ്ടോ എനിക്ക്? എന്റെ മോൻ ഇനി ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടന്നു. ഞങ്ങളായിട്ടുണ്ടാക്കിയതൊക്കെ ഞങ്ങൾ തന്നെ തീർത്തോളാം. ഒന്ന് പറഞ്ഞ തന്റെ ചെറുക്കൻ ഭാഗ്യവാനാ. ആ ബാറ് കിടക്കണ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കൂല. താനൊന്നും മിണ്ടാതിരിക്കുക ചാക്കോ. എന്തൊക്കെയായിരുന്നു മണി ലെൻഡറിങ് ആക്ട്, ഓപ്പറേഷൻ ഷൈലോക്ക്, എന്നിട്ട് എന്ത് പിന്നാക്കാ നടന്നത്? ഇത് പഴയ കാലമല്ല. സാറിനെതിരെ ഭയങ്കര മീഡിയ അറ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പോയ CA ഐസക് ഇപ്പൊ എന്തിയേ? ഗുണ്ടായിസോ നിയമം കൊണ്ട് ഇവിടെ ഒരുത്തിനും അവന്റെ ഒരു മുടിയും പറിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കി അങ്ങ് തീർക്കാൻ പോവാ. അതിനി എത്ര ചെലവായാലും എനിക്കൊരു കുഴപ്പമില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കുക, കാശ് കൊടുത്ത് ആളെ തീർക്കുക, ഈ മാതിരി ചെലപ്പൊക്കെ നിന്നെ പഠിപ്പിച്ചത് ആരാന്ന് ഓർത്തിട്ട് മതി എന്നോടിങ്ങനെ ചിലക്കാൻ. കള്ളനും പോലീസും ഒരുമിച്ച് കളിച്ചിട്ട് ദേ മോൻ അടികൊണ്ട് വന്നതുപോലെ തന്തയും അടികൊണ്ട് നാറിപ്പിരിഞ്ഞു വരും. ഇനി കളിക്കലില്ല ചാക്കോ, കളിപ്പിക്കലേ ഉള്ളൂ. നമ്മൾ പിടിച്ചാൽ പിടികിട്ടാത്ത ശത്രുവിനെ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ അവന്റെ മാളത്തിൽ കയറണം. എന്നിട്ട് ആ മാളത്തിലിട്ട് തന്നെ അവനെ ശ്വാസം മുട്ടിച്ച് ഇങ്ങനെ
ഒരുപാട് നാവാടിയ ഇതുപോലെ പെടഞ്ഞു പെടഞ്ഞു തീരും. ആദിത്യ, we have a dirty plan. നമ്മളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ കുന്തം വിഴുങ്ങവരെ ഇരുന്നാൽ എങ്ങനെയാ? ഞങ്ങൾ കുറച്ചു പേർക്കൂടെ സിനിമ എടുക്കണമെങ്കിൽ ഇയാളെ ഗുണ്ടകളിൽ പേടിക്കണമെന്ന് വെച്ചാൽ സെക്രട്ടറി ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. അതിന് ഇയാളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാളെ മുന്നിൽ നിർത്തി കളിക്കുന്നത് മൊത്തം മറ്റവനല്ലേ? എന്റെ സെറ്റിൽ കയറി അലമ്പുണ്ടാക്കിയതിന് അവനെ പൊക്കാൻ നോക്കുമ്പോ തടസ്സം വരുന്നു മുഴുവൻ ഇയാളുടെ പേരാ. ഒന്നെങ്കിൽ താനിത് ഏറ്റു പറഞ്ഞ് ഇത് നൂരണം, അതല്ല അവന്റെ സൈഡ് നിൽക്കാനാണ് പ്ലാനെങ്കിൽ മലയാളത്തിലെ പഴയ പ്രൊഡ്യൂസറാണ്, പാവപ്പെട്ടവനാണെന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഞങ്ങളങ്ങ് മറക്കും. താൻ എന്തെങ്കിലും ഒന്ന് തുള തുറന്ന് പറയടോ. ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കണമെന്ന് പറഞ്ഞത് ബോസാ. കാശ് വാങ്ങി മുങ്ങി കിടക്കുന്നവന്മാരും ഫോൺ എടുക്കാത്തവന്മാരും ഒക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു പ്ലേസ് ഇതാന്നാ ബോസ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ മൂപ്പരോട് നേരിട്ടായിക്കോണം. നമസ്കാരം. തമ്പിച്ചായൻ ഇവിടെ ഇരിക്കുമായിരുന്നു. സാറ്റലൈറ്റ് കിട്ടിയിട്ട് എന്റെ കാശരാന്ന് പറഞ്ഞ് ശൂന്യാകാശത്തോട്ട് പോയിട്ട് ഒരു വിവരമില്ലല്ലോ. അവിടെ റേഞ്ച് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത് അല്ലേ? ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ എന്റെ കാശ് തന്നില്ലെങ്കിൽ തന്റെ ആ ഓട്ട ചാനലിൽ കയറിയിരുന്ന് ഇന്ന് വൈകുന്നേരത്തെ 7 മണി ന്യൂസ് ഞാൻ വായിക്കും. ഞാൻ വായിച്ചറിയാവുന്നു. ആകെ അവിടെ കൈപ്പോകും. ബോസേ, മീറ്റിംഗിന്റെ ഇടയിൽ കയറി വന്ന് മാന്യന്മാരെ അപമാനിക്കരുത്. മാന്യന്മാർ ഇവിടെ എവിടെ മാന്യന്മാർ? സെക്രട്ടറിയാ താനടക്കം ഇവിടെ ആരാടോ മാന്യന്മാർ? അതൊക്കെ പോട്ടെ. എനിക്ക് കാശ് തരാനില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ബോസിന് കാശ് കൊടുക്കാൻ ഇല്ലാത്ത മാന്യന്മാർ ഗെറ്റ് ഔട്ട് ഹൗസ്. ബോസേ, വെറുതെ അലമ്പുണ്ടാക്കി. സെക്രട്ടറി, അതാണ്ട് ആ ഫോണിൽ നോക്കി കുത്തിരിക്കുന്നതിന്റെ സെറ്റിലല്ലാതെ ഞാൻ വേറെ എവിടെയെങ്കിലും കയറി അലമുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവൻ ഗ്യാരണ്ടി ആയിട്ട് എഴുത്താൻ സ്ഥലം പറ്റാൽ പോലും പലിശ ഒക്കത്തില്ല, പിന്നല്ലേ മുതൽ. എന്നിട്ട് ഞാൻ 6 മാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മാന്യത. അത് കാശ് മേടിച്ച് നക്കിയവനില്ലെങ്കിലും എനിക്കുള്ളത് കൊണ്ടാ. ഏത് മാന്യത? ഒരു പടം പിടിക്കാനുള്ള കാശ് ഞാൻ ഇവന്റെ പുറകെ നടന്ന് പെട്രോൾ അടിച്ചും ഫോൺ വിളിച്ചും കളഞ്ഞിട്ടുണ്ട്. ഈ കാശ് എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. മിസ്റ്റർ പ്രതാപവർമ്മ തമ്പുരാൻ, ആ പുറത്ത് കിടക്കുന്ന മെഴ്സിഡസ് ബെൻസ് ആരുടെയാ? ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ ഞാനിങ്ങ് വാങ്ങിച്ചു. പലിശയായിട്ട് ഞങ്ങൾ അതങ്ങ് എടുക്കുക. ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കത് തരണം. ഒരു സെൽഫി എടുക്കട്ടെ. കാശ് തരാനുള്ള ആൾക്കാരെ ഫോട്ടോ വെച്ച് ഞങ്ങൾ ഒരു ആൽബം സെറ്റ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ഫോട്ടോ മാത്രം ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് വല്ലയുടെ പൊങ്ങണ്ട. പോട്ടെ. ബിൽഡിംഗ് ഒക്കെ കൊള്ളാം. ഇപ്പോ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വളരെ ഡൗൺ അല്ലേ പ്രതാപൻ സാറേ? കച്ചവടം ഒന്നും നടക്കുന്നില്ലല്ലോ. എന്ത് ഡൗണ്? കാക്കനാടുള്ള ഞങ്ങളുടെ ഫ്ലാറ്റ് പണി പകുതി ആയപ്പോ തന്നെ കച്ചവടം കഴിയും. ഇപ്പോ തേവരെ ഒരു പ്ലോട്ട് എടുത്തിട്ടുണ്ട്, അവരുടെ ഉടനെ പെടുന്നു തുടങ്ങും. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സാങ്ഷൻ കിട്ടുമോ ബ്രദറെ? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കൂടെ ഉള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ അല്ലേ? പുള്ളി കമ്മീഷണർ? ആ, എൻ്റെ ഒരു സൈലന്റ് പാർട്ണറാ. അതുകൊണ്ട് ആ വക കാര്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാറേ. കടം കൊടുത്ത കാശ് ചോദിക്കാൻ ചെന്നപ്പോ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കി സാറേ. ആ വിഷമം തീർക്കാൻ 2 അടിക്കാൻ ബാറിൽ ചെന്നപ്പോ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കാൻ നോക്കി സാറേ. എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാറേ, എനിക്ക് പ്രൊട്ടക്ഷൻ വേണം. നീ വലിയ കളിക്കാരനാണെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കളിച്ച് ഇന്നലെ നീ കൈവച്ചത് എൻ്റെ മകന്റെ ദേഹത്താ. എന്നോടും പിള്ളേരോടും കളിച്ച കുറെ പേര് കൊച്ചിക്കായലിൽ മാമോദീസം മുങ്ങി കിടപ്പുണ്ട്. നിനക്കും മുങ്ങണോ? അയ്യോ, എന്നെ ഒന്നും ചെയ്യണ്ട സാർ. എന്നെ വെറുതെ ഒന്ന് ഉപദേശിച്ചാൽ മതി. ഞാൻ ചുമ്മാ അങ്ങ് നന്നായിക്കോളും. നീ പോലീസിന്റെ ശരിക്കുള്ള കളി കണ്ടിട്ടുണ്ടോ?
ചെറുപ്പത്തിൽ കുറെ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് സാറേ. നമ്മളെപ്പോഴും കള്ളനാ, അതാ സേഫ്. അതിൽ പോലീസിന്റെ രീതി നിനക്കറിയാവല്ലോ. കണ്ണടച്ച് 1 മുതൽ 10 വരെ എണ്ണും. അതിനുള്ളിൽ കള്ളൻ ഓടാവുന്ന അത്ര ദൂരം ഓടും, കളിക്കാവുന്ന കളികളൊക്കെ കളിക്കും. നീ എന്തൊക്കെ കളികൾ കളിക്കൂന്ന് കാണാൻ വേണ്ടി ഞാൻ ഒന്ന് കണ്ണടച്ചതാ. നിന്റെ ടൈം കഴിഞ്ഞു. ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കല സാറേ. അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇല്ലടാ ബോസേ. പിന്നെ ബാറ് വെച്ച് നിന്നെ തല്ലി കൊല്ലാൻ നോക്കിയ കാര്യം, ആ കഥയുടെ കിടപ്പെന്താന്ന് നമുക്ക് മുന്നോർക്ക് അറിയാലോ. ദാ, ഇനി നീ കിട്ടാനുള്ള കാശിന്റെ കണക്കും പറഞ്ഞ് ഞങ്ങളുടെ ആരുടെയെങ്കിലും മുമ്പിൽ വന്ന് നിന്നാൽ സാറിന്റെ ബെൻസിന് സൺറൂഫ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി അറിയാതെ തുറന്നിട്ടു. ആ പെയ്ത മഴ മുഴുവൻ കാറിനകത്തായി. കഷ്ടമായിപ്പോയി പാവം കാർ. സാറെന്താ പറഞ്ഞ? ഇനി പറച്ചിലില്ലടാ, ചെയ്ത്ത. വേണ്ട സാറേ, വിട്ടുകളാ. എടാ ബോസേ, തരാനുള്ള കാശ് തന്നാ തീരും. പക്ഷെ നീ അതിന്റെ പേരിൽ കാണിക്കുന്ന ഈ കന്നം തിരിവുണ്ടല്ലോ, അതങ്ങനെ കിടക്കും. അതാണ് അതറിയിക്കാനാ ഞാനിങ്ങോട്ട് വന്നത്. സാറേ, എന്റെ കണക്ക് ക്ലോസ് ചെയ്യാതെ ഞാൻ കൊച്ചി വിടില്ല. അത് കമ്മീഷണർ തടഞ്ഞാലും ശരി, DGP തടഞ്ഞാലും ശരി. നീ എന്റെ ലൊക്കേഷനിൽ കയറി അലമുണ്ടാക്കിയതും എന്റെ കാറ് കൊണ്ടുപോയതും എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നിന്റെ കണക്കം ക്ലോസ് ചെയ്തു. നീ ഞങ്ങളോട് കാണിച്ച അഭ്യാസം ഞങ്ങളും അങ്ങ് ക്ഷമിച്ചു. അയ്യോ പാവം വിശാലമനസ്കനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. നമസ്കാരം ബ്രോ. നമസ്കാരം ബ്രദർ. എന്റെ സ്വന്തം ബ്രദറിന് എനിക്ക് ഓർമ്മ വരുന്നു. ബ്രദർ ഇത് മേടിക്കാൻ വന്നതാണ്. അതെ ബ്രദർ. എന്റെ പൊന്ന് ബ്രദറെ, എന്റെ അവസ്ഥ മനസ്സിലായല്ലോ. നിൽക്കുന്നോ പോകുന്നോ? താങ്ക് യു ബ്രദറെ. വെരി വെരി വെൽക്കം. വാടോ. അപ്പോ വിളിക്കാട്ടോ ബ്രദറെ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് അങ്ങ് ക്ഷമിച്ചേര് സാർ. സുരാ.